അത് ചോദിക്കാൻ നീ ആരാ? പോലീസോ? പുത്തമ്പുരയിലെ അമ്മയുടെ ബംഗ്ലാവില് എന്നെ ജോലിക്ക് നിർത്താൻ പോവാ. വേണ്ടെന്ന് പറഞ്ഞതിനാ അമ്മ തല്ലിയത്. വേണ്ട വേണ്ട, നീ എവിടെയൊന്നും പോയി ജോലി ചെയ്യണ്ട. അത് പറയാൻ നീ ആരാടാ? നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഇവിടെ ഒരു ചോരക്കളമായിരിക്കും. എന്ത് സംഭവിച്ചാലും ശരി, നിങ്ങൾ ആരും ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകുന്നില്ല. ഞാനത് സമ്മതിക്കില്ല. ശിവരാമേട്ട, നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ പോകാൻ തീരുമാനിച്ചു. പോകും. കേട്ടോടാ, കേട്ടോ? നീ ഇങ്ങോട്ട് കയറി ഭരിക്കാനൊന്നും വരണ്ട. പോകണം. സാവിത്രി, നീ പോയാൽ എങ്ങനെ? നീയാണ് എനിക്കിവിടെ ഉള്ളൊരു ആശ്വാസം. നിനക്കറിഞ്ഞൂടെ, നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിവിടെ കഴിയാൻ പറ്റില്ല. ഇഷ്ടമുണ്ടായിട്ട് പോവല്ലേ? ഞാൻ പോയില്ലെങ്കിൽ ഈ വീട്ടിൽ കൊലപാതകം നടക്കും. അച്ഛനമ്മയെ കൊല്ലും. ഒരു വീട്ടിൽ അടുക്കളപ്പടി ചെയ്യാനല്ലേ അച്ഛൻ പറഞ്ഞുള്ളൂ. വേറൊന്നിനും എന്നെ കൊടുത്ത് കാശ് വാങ്ങിയില്ലല്ലോ. അത് തന്നെ ഭാഗ്യം. ബസ്സിന് സമയമായി അല്ലേ? നീ യാത്ര ചോദിക്കാൻ വരണ്ടായിരുന്നു. അതെനിക്ക് ദുഃഖമാണ്. പോയിട്ട് വരൂ. എവിടെയാണെങ്കിലും നിനക്ക് നല്ലതേ വരും. എന്റെ കൈ സുഖമാവട്ടെ. ഞാൻ നിന്നെ ഒന്ന് കാണാം. ഞാൻ പോട്ടെ. വയ്ക്കൂ. സാവിത്രി, ഒന്നുമില്ല. ഇനി എത്ര നാൾ കഴിഞ്ഞ ഞാൻ നിന്നെ നല്ലോണം ഒന്ന് കണ്ടോട്ടെ. ഇനി പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ചോദിക്ക. ചേട്ടന് എന്നെ ഇഷ്ടമാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? നിന്നോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. ചേട്ടൻ എന്നോട് സ്നേഹമാണോ? നിന്നെ മാത്രമേ എനിക്ക് സ്നേഹിക്കാൻ കഴിയൂ. ചേട്ടാ, നമ്മൾ ഒരുമിച്ച് വളർന്നു, ഒരുമിച്ച് ജീവിച്ചു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. എനിക്കറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ചേട്ടൻ എനിക്ക് പറഞ്ഞു. ഒന്ന് മാത്രം ഞാൻ ചോദിച്ചില്ല, ചേട്ടൻ പറഞ്ഞുമില്ല. എന്നോട് എങ്ങനത്തെ സ്നേഹമാ ചേട്ടന്? എടി മോളെ, ഇപ്പോഴാണ് നീ വലുതായെന്ന് എനിക്ക് മനസ്സിലായത്. ഇത്രനാളും നീ എനിക്കൊരു കൊച്ചുകുട്ടിയായിരുന്നു. ഞാനെടുത്ത് ഓമനിച്ചുകൊണ്ട് നടന്ന കൊച്ചു കുഞ്ഞ്. ഇപ്പൊ ഞാൻ കേട്ടത് ഒരു പുരുഷൻ ആവശ്യപ്പെടുന്ന പെണ്ണിന്റെ ശബ്ദമാണ്. ഞാനിത് മനസ്സിലാക്കാൻ വൈകി.
എനിക്ക് ആരോഗ്യമുണ്ട്. ജോലി ചെയ്ത് ഒരു പെണ്ണിനെ പോറ്റാനുള്ള കഴിവുമുണ്ട്. ഈ നാട്ടിൽ എന്റെ ഭാര്യയാകാൻ എനിക്ക് ഒരുപാട് പെണ്ണുങ്ങളെ കിട്ടും. എനിക്കില്ലാത്തത് ഒരു സഹോദരിയാണ്. എനിക്ക് വേണ്ടത് അതാണ്. നീ എന്റെ കൊച്ചു പെങ്ങളാണ്. ചേട്ടാ, എനിക്ക് തെറ്റി. എന്നോട് ക്ഷമിക്കണം. എനിക്കില്ലാത്തതും സഹോദരനാണ്. എനിക്കൊരാങ്ങളെ കിട്ടി. കരയാ. പോയിട്ട് വരും. അല്ല, എങ്ങോട്ടാ സാറ്? ഒരു ചോദ്യം പറച്ചിലും ഒന്നുമില്ലാതെ. സാവിത്രി കാണണം. എന്തോ കേട്ടില്ല. സാവിത്രി. ആ, സാവിത്രി. അതെ, അവളുണ്ടോന്നാ ചോദിച്ചത്. എനിക്ക് അവളെ ഒന്ന് കാണണം. ഇപ്പൊ കാണാൻ പറ്റത്തില്ല. അതെന്താ? ഇതെന്റെ വീടാ. നിന്നെപ്പോലുള്ള അലവിലാദികൾക്ക് കയറിറങ്ങാനുള്ള സ്ഥലമല്ല. അതാണ് ഓർത്ത്. എന്താ ശരിയാട്ടാ? കൈയൊക്കെ സുഖമായോ? ഓ, പിന്നെ എന്താടി ഇവര് വിലക്ക് വാങ്ങിച്ചിരിക്കുവാണോ? ഒരുത്തൻ കിടന്ന് കുരക്കണുണ്ടല്ലോ. നിന്നെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഞാനവരെ പോവാൻ. വേണ്ട ശരിയാട്ടാ, സാരമില്ല. പോട്ടെ, ക്ഷമിക്കേ. ഇനി നിന്നെ കാണാൻ ഞാനിങ്ങോട്ട് വരികയല്ല. വന്നാ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്തു പോകും. ആ, നീ എന്നാ വീട്ടിലേക്ക് വരുന്നേ? ഞാൻ വരാം. വീട്ടിലെല്ലാവർക്കും? അവിടെ ആർക്കും വിശേഷമൊന്നുമില്ല, സുഖം തന്നെ. ഞാൻ പോട്ടെ. അടുത്ത ദിവസം വരണം കേട്ടോ. ആ. സാവിത്രി, ഇവൻ എന്തിനാ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നേ? ഈ കാളവണ്ടിക്കാരൻ. ദേ, ഇതൊന്നും നല്ലതല്ല. നമുക്ക് കയറുന്നതല്ല. എനിക്കെന്റെ ആങ്ങളെ പോലെയാ. ആങ്ങളെ പോലെ? ആങ്ങളെയല്ലല്ലോ. ഇതൊക്കെ പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കുമോ? അടുത്ത വീട്ടിലെ ഒരു കാളവണ്ടിക്കാരൻ. നിങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു. ആ ബന്ധം അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. എനിക്ക് സാവിത്രിയെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. സാവിത്രി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, നാളെ ഇവിടുത്തെ ഗ്രഹനായികയാകേണ്ടവളാണ് നീ. ഞാൻ പറഞ്ഞ സത്യമാണ്. അങ്ങനെയുള്ള നീ ഈ ചുറ്റുപാടുള്ളവർ നിന്നെ നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങും. അതെനിക്ക് സഹിക്കില്ല സാവിത്രി. പിന്നെ നിന്റെ ഇഷ്ടം. എന്തിനാ ഇതെടുത്തത്? ഞാനിതൊരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലേ. ഞാൻ സാവിത്രിക്ക് എന്റെ ജീവൻ തന്നെ തരാൻ തയ്യാറാണ്. സാവിത്രി എനിക്ക് തന്നത് ഈ കുപ്പിവളയാണ്. ഞാൻ സാവിത്രിയെ വിവാഹം കഴിക്കട്ടെ. ഇഷ്ടമാണ്. എനിക്കിഷ്ടമാണ്. ഈ വർഷവും മഴ തന്നെയെന്നാ തോന്നണത്.
കേറ്. ഇപ്പൊ ഞാൻ വന്നില്ലായിരുന്നല്ലോ സാവിത്രി. ദൈവം കൊണ്ട് എത്തിച്ചതാ. ഇറങ്ങി സാവിത്രി. ഇതെന്താ ഇവിടെ? ഇതൊരു ഗസ്റ്റ് ഹൗസാ. നമുക്ക് മഴ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാം. അങ്ങോട്ടുള്ള വഴിയും വളരെ മോശമാണ്. തന്നെയുമല്ല ആ സമയത്ത് നിന്നെ കൊണ്ടുപോകുന്നത് ശരിയല്ല. വാ ഇറങ്ങ. ഉത്സവം കലങ്ങിയത് സാറിന് കോളായി. അടിച്ചോണ്ട് വന്നല്ലോ ഒന്നിനെ. സാറേ, കഴിഞ്ഞ പ്രാവശ്യം സാർ ഒരു ഡാൻസ് ഏരിയ കൊണ്ടുവന്നല്ലോ. അവളെ ഇന്നലെ ഇതേ മുറിയിൽ അപ്പു സാറ് കൊണ്ടുവന്നിരുന്നു. താൻ മിണ്ടായിരുന്നേ. താൻ വിളിച്ചിട്ടു. നിനക്ക് ഇതൊക്കെ പിഴിഞ്ഞ് ഉണക്കായിട്ടൂടായിരുന്നു? വേണമെന്നില്ല. വാച്ചർ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. ഞാൻ പോവാണ്. സാവിത്രി, നീ പോയെന്നാ പറഞ്ഞേ? ഞാൻ പോകും. നിന്നെ എന്നെ പുറത്തില്ല. ഞാൻ അറിഞ്ഞില്ല. നീ ഇവിടുന്ന് എന്റെ രക്ഷപ്പെടാൻ പറയുന്നേട്ടോ. നീ പോവല്ലേ? സാവിത്രി, നിന്നെ ഇപ്പൊ എനിക്ക് എന്ത് വേണം ചെയ്യാം. പക്ഷെ ഞാനത് ചെയ്യില്ല. നിന്റെ അനുവാദം ഇല്ലാതെ നിന്റെ ശരീരത്തെ ഞാൻ തൊടില്ല. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു സാവിത്രി. സാവിത്രി, സാവിത്രിയെ കണ്ട നിമിഷം മുതൽ ഞാൻ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മുഖത്ത് നോക്കിയിട്ടില്ല. നിന്നെപ്പോലെ പരിശുദ്ധിയും സുന്ദരിയുമായ ഒരു പെണ്ണിന്റെ ഭർത്താവാനുള്ള യോഗ്യത എനിക്കില്ലായിരിക്കും. പോട്ടെ. സാവിത്രിക്ക് അറിയാമോ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം, അതിന്റെ വേദന, അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നവനാണ് ഞാൻ. സാവിത്രി, ഞാൻ സാവിത്രിയെ വിവാഹം കഴിച്ചോട്ടെ? എനിക്ക് ഒരു ജീവിതം തരില്ലേ?